ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മുടെ ചാക്കോച്ചൻ്റെ പുതിയ പടം ഇപ്പോൾ ഇന്നലെ അങ്ങോട്ട് റിലീസായിട്ടുണ്ട്. അപ്പം ഇന്നാണ് ഞാൻ പോയി പടം കണ്ടത്. പടം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. പക്ഷെ ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്രെയിലറിൽ കുറച്ച് സാധനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ട്രെയിലർ കണ്ടറിയാം എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഹോപ്പ് തരുന്ന ഒരു ട്രെയിലറാണ്. അതേപോലെ തന്നെയാണ് പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളി പടമാണ്. ധൈര്യമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനത്തെ ഒരു സിനിമയാണ്, അങ്ങനത്തെ ഒരു കഥയാണ്. മറ്റുള്ള ത്രില്ലർ സിനിമകളെ പോലെ ഭയങ്കരമായിട്ട് മറ്റേ കേസിൻ്റെ പിന്നാലെ കിടന്ന് നടന്നിട്ട് നൂലാമാലകൾ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിന്നിട്ട് ആ നൂലാമാലകൾ കഴിച്ച് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്ന പോലത്തെ തരത്തിലുള്ള ഒരു കഥയല്ല. അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലൂടെ കൊണ്ടുപോകണ ഒരു കഥയല്ല. ഇതൊരു പോലീസ് ഓഫീസറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണ ഒരു കേസ് പിന്നാലെ പോകുമ്പോൾ അതിലുണ്ടാവണ കുറച്ച് പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്. അയാളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, അയാളുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ കണക്റ്റായി പോണ ഒരു സിനിമയാണ്. ഇതിൽ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല. അപ്പം ഇതൊക്കെ ഒരു കണക്റ്റായി പോണ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റാണ്. നല്ലൊരു കഥയുള്ളൊരു സിനിമയാണ്. ഒരു സിനിമയ്ക്ക് വേണ്ട കഥയല്ല, റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഇതിലത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് മെസ്സേജുകൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിപ്പോൾ നിയമത്തിൻ്റെ പിന്നാലെ നടക്കണ ഇപ്പോൾ ഒരു നിയമം കയ്യിലുള്ള ഒരാൾക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ ഒരു ക്രൂരനായിട്ടുള്ള പോലീസിൻ്റെ ഒരു തെണ്ടിത്തരം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതുകൊണ്ടുണ്ടായിട്ടുള്ള അത് ബാധിക്കണ കുറച്ച് വെടക്ക് പിള്ളേരുടെ ജീവിതം കാണിക്കുന്നുണ്ട്. അത് കാരണം അവർ അതിൽ നിന്നും കുറച്ചും കൂടി ഭയങ്കര വെടക്കായി പോണ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അവരുടെ ഭാഗത്തുള്ള കുറ്റാണ് ഇവരുടെ ഭാഗത്തുള്ള കുറ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ രണ്ടാൾക്കാരുടെ ഭാഗത്തും കുറ്റുണ്ട്, എന്നാൽ രണ്ടാൾക്കാരുടെ ഭാഗത്തും ന്യായമുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ പോണ ഒരു കഥയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ ചാക്കോച്ചൻ എന്തുട്ടാ റോള്, എന്തുട്ടാ ആക്ടിങ്. ഒറ്റയ്ക്ക് നിന്നിട്ട് പൊരിച്ചൊക്കെ വൺ മാൻ ഷോയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിന്ന് ക്യാരക്ടറിനെ താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും വേണ്ട. ആളൊറ്റയ്ക്ക് നിന്നിട്ട് പൊരിച്ചുണ്ട്. ഒറ്റയ്ക്കുള്ള കുറേ സ്ക്രീൻ സ്പേസുകളുണ്ട് ആൾക്ക്. കുറേ എക്സ്പ്രഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറാക്കി ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്ക്. ഓവറാക്കി ചെയ്യണവരുണ്ട്, ഓവറാക്കി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊരു അതിൻ്റെ ഒരു മീറ്ററിൽ പിടിച്ച ആൾ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് മോനെ കണ്ണടച്ച് തുറക്കണ പോലെയാണ് പോവുക, ജ്യോതി പൊക്ക പോവുക. പണ്ടാറ് ഇൻട്രസ്റ്റിംഗ് ആണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് വലിപ്പിക്കും. എന്നുവെച്ചാൽ അത് ലേഖട്ടിക്കില്ല, ഒരിക്കലും ലേഖട്ടിക്കില്ല. അത് വലിപ്പിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്റ്റോറി ഒന്ന് ചെറുതായി ഒന്ന് പറഞ്ഞു പോകാനുള്ള രീതിയിലാണ് അധികം. അത്രയും കൂടി പടപടയെന്ന് വിടാണ്ട് ചെറിയ രീതിയിൽ വിട്ടിട്ട് പിന്നെ പടപടയെന്ന് പിന്നെ വിടും. ഫസ്റ്റ് ഹാഫൊക്കെ ഇല്ല ആളുണ്ടോ, ഇത് പിന്നെ സിമ്പിൾ ഉണ്ടോ, നൈസായിട്ട് വരുന്നു പോണു, അത്ര ഉള്ളൂ. പക്ഷെ അതിലടിക്കുന്ന ഡയലോഗ് ഉണ്ട്, ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗ് ഒന്നല്ല, സിമ്പിൾ ഡയലോഗാണ്. പക്ഷെ അത് ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ഇമ്പാക്ട് ഉണ്ടാകും. ഇങ്ങനെ രോമാഞ്ചിട്ട് ഇങ്ങനെ കയ്യടിക്കണം ഇങ്ങനെ തോന്നും, നമ്മൾ അങ്ങനെ വരും. അങ്ങനെയുള്ള കുറേ സീനുകളുണ്ട്. അതേപോലത്തെ കുറേ ഡയലോഗുകൾ ഒക്കെ സിമ്പിളാണ്, ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാണ്ടിരിക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഒരു 50% ഇപ്പം നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇനി 50% ഇനി നടക്കാൻ പോവാം. അങ്ങനത്തെ രീതിയിൽ നമുക്കത് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി എന്നുള്ള ലെവലിൽ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു യാതൊരു തരത്തിലുള്ള ഫാൻറ്റസികൾ ഇതിൽ ചേർത്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും പോലും ഇതിൽ നെഗറ്റീവ് റോൾ ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് സീനുകളും കുറച്ച് കാര്യങ്ങളും കുറച്ച് ഒരു സ്റ്റൈലിഷ് ആറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നന്നായിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ വൈശാഖ് നാരായണൻ, നമ്മുടെ ആനന്ദത്തിൽ വന്നിട്ടുള്ള നമ്മുടെ കുപ്പി, അവൻ നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അവൻ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതേപോലെ നെഗറ്റീവ് റോൾ ചെയ്യാൻ പറ്റുന്ന മുമ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പുത്തമ്പണം മമ്മൂട്ടിയുടെ പടത്തിൽ അവൻ നല്ല രീതിയിൽ നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ എക്സ്ട്രീം ലെവലായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. ഇതിലവൻ പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ റംസാൻ,
അവന് കുറച്ച് റോളുള്ളൂ. പക്ഷേ റംസാൻ സ്ക്രീൻ ടൈം ഇതുവരെയായിട്ടും അധികം സിനിമകളിൽ കിട്ടിയിട്ടില്ല. പക്ഷെ അവന് കിട്ടിയിട്ടുള്ളതൊക്കെ അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സൂപ്പറായിട്ട് അവന് പറ്റണത് അവൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ മാക്സിമം അവൻ ഇട്ടിട്ടുണ്ട്. ചെറിയ സീനുകൾ ഉണ്ടെങ്കിൽ പോലും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൂടെയുള്ള പുതുമുഖ താരങ്ങൾ എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷിനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം ആൾ ഇങ്ങനത്തെ ഒരു റോള്, നെഗറ്റീവ് റോള് ചെയ്ത് ഇപ്പോൾ ഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടോണിൽ തന്നെ ഈ ക്യാരക്ടർ പോകണം. എടുത്ത് പറയാൻ മാത്രം ഒരു പുതിയൊരു സംഭവം ഇതിലില്ല. ഇതിലെടുത്ത് പറയാനുള്ളത് നമ്മുടെ ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ പൊളിച്ചുണ്ട്. പിന്നെ മേക്കിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. നല്ല രീതിയിൽ മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സംഭവങ്ങൾ കണക്ട് ചെയ്ത് പോകുന്ന സെക്കൻഡ് ഹാഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിൽ ആവശ്യമില്ലാത്തൊരു സീൻ ഈ സിനിമയില്ല. എല്ലാം ആവശ്യമുള്ള സീനാണ്, എല്ലാം കണക്റ്റ് ആവുന്ന സീനാണ്, എല്ലാം അനുയോജ്യമായ സീനാണ്. നല്ലൊരു കഥയുള്ള നല്ലൊരു സിനിമയാണ്. ഒരു തരത്തിലുള്ള ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലെ ആകാംക്ഷയിൽ നിർത്തിക്കണ ഒരു തരത്തിലുള്ള നമ്മൾ ഈ എന്താ പറയുക ത്രില്ലർ സിനിമകൾ പോലത്തെ ഒരു ടൈപ്പല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം വെച്ചിട്ട് അത് പലരും കണക്റ്റായി പോണ ഒരു പ്രതികാര സിനിമയാണ്. ആ പ്രതികാരത്തിന് ഒരു കാരണമുണ്ട്. അതും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വില്ലന്മാരുടെ ഭാഗത്തു നിന്നായാലും രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ന്യായമുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു പാഠമാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിൻ്റെതായ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ധൈര്യമായിട്ട് കണ്ടോ. ആ മ്യൂസിക് പൊളിച്ചുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പടം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് മേലെ കൊണ്ടേക്കത്. ഹായ്.